നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 992nd day. Today 36th sloka of Prathama Skandam 12th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 992 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 36ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 36ാമത്തെ ശ്ലോകം. തതോ രാജ്ഞാഭ്യനുജ്ഞാത കൃഷ്ണയാ സഹ ബന്ധുഭി യയോദ്വാരവതീം ബ്രഹ്മൻ സാർജുനോ യദുഭിർവൃത. ഓം തത്സത്. തതോ രാജ്ഞാഭ്യനുജ്ഞാത കൃഷ്ണയാ സഹ ബന്ധുഭി യയോദ്വാരവതീം ബ്രഹ്മൻ സാർജുനോ യദുഭിർവൃത. ഓം തത്സത്. പദം പിരിക്കേണ്ടത് തഥ രാജ്ഞ അനുജ്ഞാത കൃഷ്ണയാ സഹ ബന്ധുഭി യയോ ദ്വാരവതീം ബ്രഹ്മൻ സാ അർജുനോ യദുഭിർവൃത. അതായത് തഥാ അനന്തരം രാജാവിനാലും കൃഷ്ണയാ സഹ ബന്ധുഭി പാഞ്ചാലി സഹിതവരായിട്ടുള്ള എല്ലാ ബന്ധുക്കളാലും അഭ്യനുജ്ഞാത അനുജ്ഞ നൽകപ്പെട്ടവനായിട്ട് സമ്മതം നൽകപ്പെട്ടവനായിട്ട് യദുഭി വൃത യദുക്കളാൽ ചുറ്റപ്പെട്ടവനും സാർജുന അർജുന സഹിതനുമായിട്ട് ബ്രഹ്മൻ അല്ലയോ ബ്രാഹ്മണ ദ്വാരകയെ യയോ പ്രാപിച്ചു. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ അശ്വമേധയാഗം ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ഹസ്തിനപുരത്തിൽ വന്നിട്ട് കുറേ മാസങ്ങളായി അവരുടെ കൂടെ താമസിച്ച് അതിനുശേഷം അവരുടെ എല്ലാം രാജാവ് എന്നിവിടെ പറയുന്നത് ധർമ്മപുത്രരെയാണ്, യുധിഷ്ഠിരനെയാണ്. യുധിഷ്ഠിരനും കൃഷ്ണയ പാഞ്ചാലി സഹിതരായിട്ടുള്ള എല്ലാ ബന്ധുക്കളുടെയും സമ്മതം വാങ്ങി ശ്രീ അർജുന സഹിതനായിട്ട് മറ്റു യദുക്കൾ എന്ന് പറഞ്ഞാൽ ആ രാജവംശം കൃഷ്ണൻ്റെ കൂട്ടുകാരൊക്കെ യദുക്കളാലും ചുറ്റപ്പെട്ടവനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയെ പ്രാപിച്ചു എന്ന് പറയുകയാണ്. മുന്നേയും ഭഗവാൻ ഇപ്രകാരം യുദ്ധം കഴിഞ്ഞിട്ട് കുറേ കാലം ഹസ്തിനപുരത്തിൽ തന്നെ താമസിച്ചിട്ട് ദ്വാരകയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ദ്വാരകവാസികളെല്ലാം പോകുന്ന വഴിക്കുള്ള എല്ലാ രാജ്യക്കാരും ഭഗവാനെ താലപ്പൊലിയോടുകൂടിയും ഭഗവാനെ കാണാൻ ഉത്സുകരായിട്ട് വന്നു പോയത് കഴിഞ്ഞ ശ്ലോകത്തിന് മുന്നേയുള്ള ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതേ പകരം ഇപ്രാവശ്യവും അശ്വമേധയാഗം ചെയ്യാൻ വന്നിട്ട് ഭഗവാൻ എല്ലാവരുടെയും എല്ലാവരുടെയും സമ്മതം വാങ്ങിക്കൊണ്ട് ദ്വാരകയിലേക്ക് അർജുന സഹിതനായിട്ട് തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. തതോ രാജ്ഞാഭ്യനുജ്ഞാത കൃഷ്ണയാ സഹ ബന്ധുഭി യയോദ്വാരവതീം ബ്രഹ്മൻ സാർജുനോ യദുഭിർവൃത. ഓം തത്സത്. ഇത് ഈ ശ്ലോകം ഈ 12ാം അധ്യായത്തിൻ്റെ സമാപന ശ്ലോകമാണ്. അതുകൊണ്ട് തന്നെ ഓം തത്സത്. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ 12ോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 12ാമത്തെ അധ്യായം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവരുടെയും നന്മയ്ക്കും ആരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിച്ചത് ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ. ഇത് വൈശാഖ മാസമാണ്.
ഈ മാസത്തിൽ ശ്രീമദ് മഹാഭാഗവതം പാരായണം ചെയ്യുന്നതിനേക്കാൾ കേൾക്കുന്നതും അത്യുത്തമമാണ്. എല്ലാവർക്കും അതിൻ്റെ നന്മയുണ്ടാകട്ടെ. കേൾക്കുന്നവർക്കെല്ലാം അതിൻ്റെ നന്മ പൂർണ്ണ രൂപത്തിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഓം തത്സത്.